നമുക്ക് സങ്കടപ്പെടാൻ ഒത്തിരി കാരണങ്ങളുണ്ട് അല്ലേ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് രാവിലെ എണീറ്റ് മഴ പെയ്ത ഉടനെ സങ്കടം, മഴയാ എന്ന് പറഞ്ഞ് സങ്കടം. അടുക്കളയിലേക്ക് കയറി എന്തെങ്കിലും പച്ചക്കറി ചീഞ്ഞു പോയാൽ പെണ്ണുങ്ങൾക്ക് സങ്കടം. അല്ലെങ്കിൽ അടുക്കളയിൽ തേയില തീർന്നു പോയി ഉടനെ സങ്കടപ്പെടും, ദേഷ്യം വരും. അങ്ങനെ അങ്ങനെ നിസ്സാര കാര്യത്തിന്. ഇനി യാത്രയായി പോകാൻ ഇറങ്ങുമ്പോഴോ നമ്മൾക്കൊരു ഒരു ഡ്രസ്സ് എടുത്തിടുമ്പോൾ ആ ഡ്രസ്സിന്റെ കളർ എന്നെങ്ങാനും പോയെങ്കിൽ അതിന് സങ്കടം. ഡ്രസ്സ് പാകമല്ലാണ്ടായ അതിന് സങ്കടം. പിന്നെ റോഡിലേക്ക് ഇറങ്ങി നടന്നു പോകുമ്പോഴോ ചെളി എങ്ങാനും ശകലെങ്ങാനും തെറിച്ചെങ്കിൽ സങ്കടം. ബസ് കൈ നീട്ടിയിട്ട് നിർത്തിയില്ലെങ്കിൽ സങ്കടം. പുറകെ ഒരു വണ്ടിക്കാരൻ വന്നിട്ട് നമ്മളോട് പറഞ്ഞ് പോരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേ കയറിയിട്ടുണ്ടെങ്കിലും നമ്മൾ അത്ര സന്തോഷത്തോടു കൂടിയൊന്നും ആയിരിക്കില്ല അത്തേലിരിക്കുന്നത്. നമ്മളൊരു ചെറിയ സങ്കടത്തോടു കൂടി തന്നെയായിരിക്കും ഇരിക്കുന്നത്, അല്ലേ? പിന്നെ വണ്ടിയും കൊണ്ട് യാത്ര ചെയ്യണവരാണെങ്കിലോ വണ്ടി ഏതെങ്കിലും ഗട്ടറിലൊക്കെ ചാടി ഇങ്ങനെ പതുക്കെ പതുക്കെ പോകുമ്പോൾ പുറകെ വന്നൊരു വണ്ടിക്കാരൻ ഓണടിച്ചിട്ടുണ്ടെങ്കിലോ നമുക്ക് ദേഷ്യം വരും, സങ്കടം വരും, എല്ലാം വരും. നമുക്ക് അസഹിഷ്ണുത എന്ന് കേട്ടിട്ടില്ലേ? അതാണ് വണ്ടിക്കാർ വന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓണടിക്കുമ്പോൾ അവർക്കും എന്തൊരു അസഹിഷ്ണുതയാണ് നമ്മൾ ചിന്തിച്ചു നോക്കി. എന്നിട്ട് അവരങ്ങ് പറന്ന് ഭയങ്കര സ്പീഡിൽ അങ്ങ് പോവുകയും ചെയ്യും. ഒന്നിനും നമുക്കങ്ങ് സഹിക്കാനോ ഒരു ക്ഷമിക്കാനോ ഉള്ളൊരു മനസ്സില്ല, അല്ലേ? എന്ത് കാര്യത്തിനാണെങ്കിലും അതെ. ചിലര് ഒന്നിച്ചുകൊണ്ട് ബ്ലൗസ് തയ്ക്കാനൊക്കെ കൊടുത്തിട്ട് ചില സ്ത്രീകൾ കേട്ടോ, എന്നിട്ട് ഒരാളുടെ നല്ലതാണ് ഇപ്പോൾ എൻ്റെ മോശമായിപ്പോയി എന്നും പറഞ്ഞ് സങ്കടപ്പെടും. ഒരു കാര്യമില്ല അതിനകത്തൊന്നും. നമ്മുടെ ഷേപ്പിലായിരിക്കും അത് തയ്ച്ചു തന്നേക്കണം, എന്നാലും നമുക്ക് സങ്കടം വരും. പിന്നെ മുറ്റത്തൊരു പൂവുണ്ടായിട്ട് പൂ വണ്ട് തിന്നാൽ അത് സങ്കടം. നമ്മുടെ കൈപ്പിടിയിലിരിക്കുന്ന കാര്യങ്ങൾക്കല്ല നമ്മൾ സങ്കടപ്പെടുന്നത്. എന്തോരം കാര്യങ്ങളാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ സങ്കടപ്പെടുന്നത്. എന്നാ പറയണേ, ഒരു കാര്യത്തിനും നമുക്കൊരു മനസ്സിനൊരു സമാധാനം ഇല്ലാണ്ടല്ലേ മനുഷ്യൻ ജീവിക്കുന്നത്. എപ്പോഴും ഈ സങ്കടം 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 എന്നും പറഞ്ഞുകൊണ്ട് ജീവിക്കും. എന്തിനാ സങ്കടപ്പെടുന്നതിന് പോലും നമുക്കറിയത്തില്ല. നമുക്കൊന്നിലും സന്തോഷമില്ല. നമുക്ക് സന്തോഷത്തെക്കാളും ഏറ്റവും കൂടുതലുള്ള സങ്കടങ്ങളാണ്. നമുക്ക് സന്തോഷിക്കാൻ എന്തെല്ലാം അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലേ? നമ്മൾ ഉള്ളതിനെ ഓർത്ത് സന്തോഷിച്ചാൽ നമുക്ക് ഇത്രയും സങ്കടങ്ങൾ വരുമോ? അതല്ല, നമ്മളൊന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ മഴ പെയ്യാണ്ടിരുന്ന ഉടനെ സങ്കടം, മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സങ്കടം. അയ്യോ ഇതെന്ത് ഭയങ്കര മഴയാണെന്നും പറഞ്ഞുകൊണ്ട് അതിനെ മഴേനെ ശപിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ചൂടങ്ങ് കയറുമ്പോഴത്തേനും അയ്യോ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ എന്നും നമുക്ക് എപ്പോഴും എന്തെങ്കിലുമോ പ്രശ്നങ്ങളുണ്ട്. പിന്നെ പിള്ളേർ സ്കൂളിൽ പോവുകയാണെങ്കിൽ അവരുടെ ബാഗിൻ്റെ ഭാരമാണെന്നും പറഞ്ഞ് സങ്കടപ്പെടുന്ന അമ്മമാരുണ്ട്. വാട്ടർ ബോട്ടിലും ചോറും പുസ്തകവും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും കൊച്ചിന് താങ്ങാൻ പറ്റാത്ത വെയിറ്റാണ് എന്നും പറഞ്ഞുകൊണ്ട് അതിന് സങ്കടപ്പെടും. കൊച്ചു ചിലപ്പം ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ടായിരിക്കും, എന്നാലും അതോർത്തുകൊണ്ട് സങ്കടപ്പെടുന്ന മാതാപിതാക്കളും ഉണ്ട്. അതല്ല, ഇനിയിപ്പം നമ്മളോട് ആരെങ്കിലും മിണ്ടിയില്ലെങ്കിൽ സങ്കടം. നമ്മുടെ സ്വന്തക്കാരെ ഹസ്ബൻഡ് എന്നാ മിണ്ടാത്ത പോലും എന്നോർത്ത് ചിന്തിച്ചിരുന്ന് വിഷമിക്കുന്ന അവസ്ഥകൾ. ഇനി മക്കളെന്തെങ്കിലും പറഞ്ഞോ അതിന് സങ്കടപ്പെടും. അമ്മയും അച്ഛനും എന്തെങ്കിലും പറഞ്ഞോ അതിന് സങ്കടപ്പെടും. സങ്കടത്തിൻ്റെ ഒരു ഭണ്ഡാരം തന്നെ ചുമന്നുകൊണ്ടല്ലേ നമ്മൾ ഓരോ ദിവസവും നടക്കുന്നത്. അയൽവക്കംകാർ നമ്മളെ കണ്ടിട്ട് അവരെ വേറെ എന്തെങ്കിലും ചിന്തിച്ചോണ്ടോ കണ്ടില്ലെങ്കിൽ പറയും അവർക്ക് എന്നാ ഇന്ന് എന്നെ മിണ്ടാത്ത, എന്നും മിണ്ടണമായിരുന്നല്ലോ, ഇന്നെന്നാ പറ്റി എന്നും ചോദിച്ചാൽ നമ്മൾ വിഷമിക്കാൻ തുടങ്ങും നമ്മുടെ മനസ്സുറമെ. ഇങ്ങനെ നിസ്സാരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ മനസ്സ് വിഷമിക്കണേ. നമ്മൾ ചിന്തിച്ചു നോക്കി, ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് അങ്ങനെയൊന്നും സങ്കടപ്പെടേണ്ട കാര്യങ്ങളില്ല എന്ന് നമ്മളൊരു 100 പ്രാവശ്യം പറഞ്ഞാലും നമ്മൾ സങ്കടപ്പെടാണ്ടിരിക്കില്ല, ഇല്ലേ? ഇപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു തന്നാലും നമ്മൾ പോസിറ്റീവായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ നെഗറ്റീവിൽ ചിന്തിക്കേണ്ട, പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതി എന്നൊക്കെ ദൈവം വന്ന് പറഞ്ഞാൽ പോലും നമ്മൾ വിട്ടുകൊടുക്കില്ല. നമ്മൾ ചിന്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുള്ളൂ. നമ്മൾ ചിന്തിച്ച് നമ്മൾ പരമാവധി വിഷമിക്കാവുന്നതിൻ്റെ വിഷമിച്ചിട്ടേ നമ്മളിരിക്കുള്ളൂ. അത് നമ്മുടെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുക, അല്ലേ? ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടൊരു മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും കേട്ടോ. ഞാൻ ബ്രഹ്മകുമാരീസിൻ്റെ ഷീബ സിസ്റ്റർ പറഞ്ഞ ഒരു അഫർമേഷനാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്കും കൂടെ പറഞ്ഞു തന്നേക്കാമെന്ന് ഓർത്ത്. എനിക്ക് ചെറിയ സമ്പാദ്യശീലങ്ങളോ അങ്ങനെയുള്ള ഒന്നുമില്ലായിരുന്നു, ഒരു എമർജൻസി ഫണ്ടോ അങ്ങനെയൊന്നുമില്ലായിരുന്നു. ഞാനപ്പോൾ ഇങ്ങനെ ഈ അഫർമേഷൻ എനിക്ക് ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം, ഇങ്ങനെ എമർജൻസി ഫണ്ട് അങ്ങനെയുള്ള ഒത്തിരി വലിയ തുകയൊന്നുമല്ല കേട്ടോ, കൊച്ചു സമ്പാദ്യങ്ങൾ ഉണ്ടാക്കണം, ചിട്ടിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ഓർത്ത് ഞാൻ ചെയ്ത ഒരു അഫർമേഷനാണ് ഞാൻ പറയുന്നത്. അതായത് ഞാൻ വീട് പണിയണമെന്ന് ആഗ്രഹിച്ചാൽ അത് നടന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീടില്ലാത്തവരാണെങ്കിൽ നമ്മൾ കിടക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ്, ഉറങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ് ഒരു നല്ല പുതിയ നോട്ട്ബുക്കും പുതിയ പേനയും എടുക്കുക. എന്നിട്ട് അതിൽ എഴുതി വയ്ക്കുക, എനിക്കൊരു വീട് വേണം എന്ന്. എത്ര ലക്ഷം രൂപയുടെ വീടാണ് അത്രയും നമുക്ക് സാഹചര്യമുള്ള പോലെ അത് ആഗ്രഹിക്കുക. പൈസയാണെങ്കിൽ പൈസ, ജോലി കിട്ടാനാണെങ്കിൽ അത്,
പിള്ളേരുടെ പഠിത്തമാണെങ്കിൽ അത്, അതല്ല ഈ സ്ഥലം വാങ്ങാനാണെങ്കിൽ അത്, വിദേശത്തിന് പോകാനാണെങ്കിൽ അത്, എന്താന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം ആ ബുക്കിൽ എഴുതുക. അത് പിന്നെ വിശ്വാസം ഇല്ലാതെ എഴുതരുത്, വിശ്വാസത്തോട് നടക്കും എന്നുള്ള വിശ്വാസത്തോടെ. അതേപോലെ പോസിറ്റീവായിട്ട് എഴുതാവുള്ളൂ. എനിക്കിത് വേണം എന്ന് ആഗ്രഹത്തോടു കൂടി തന്നെ എനിക്കിത് വേണം, എനിക്ക് നടക്കും, എനിക്ക് വീട് വയ്ക്കാൻ പറ്റും എന്നിങ്ങനെയുള്ള ചിന്തയോടുകൂടി നമ്മൾ എഴുതുക. ഇങ്ങനെ ഒരു 28 ദിവസം എഴുതുക. നമ്മൾ കിടക്കുന്നതിൻ്റെ 5 മിനിറ്റ് മുമ്പ്, ഉറങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഇത് തന്നെ ഓർക്കുക. അങ്ങനെ ഒരു 28. അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മൾ നെഗറ്റീവ് ചിന്തിക്കരുത്, നടക്കില്ല എന്ന്, നടക്കുമെന്ന്. നമുക്ക് എവിടെന്നെങ്കിലും ഒരു മാർഗം കാണിച്ചു തരും കുറച്ച് കഴിയുമ്പോൾ. അതായത് ഒരു 4 മാസത്തിനുള്ളിൽ തന്നെ നമുക്കത് അതിന് എന്തെങ്കിലും ഒരു തീരുമാനം നമ്മുടെ ഉള്ളിൽ നല്ല ആത്മാർത്ഥമായിട്ട് നമ്മുടെ ബോധ മനസ്സും ഉപബോധ മനസ്സും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സംഭവം നടന്നിരിക്കും. അത് ഉറപ്പായ കാര്യം. നമ്മുടെ ബോധ മനസ്സിൽ എനിക്കിങ്ങനെ പൈസ വന്നു, ഞാൻ ആ സ്ഥലം മേടിച്ചു, അവിടെ വീട് പണിതു, ആ വീട്ടിൽ ഞാനിങ്ങനെ നടക്കണതായിട്ടും ആ പെണ്ണുങ്ങളാണെങ്കിൽ അടുക്കളയിൽ പണിയണതായിട്ടും ഒക്കെ ചിന്തിക്കുക. ഇനി ഏതെങ്കിലും രോഗമാണെങ്കിൽ എൻ്റെ ആ രോഗം മാറിപ്പോയി, സ്കിന്നിൻ്റെ അസുഖമാണെങ്കിൽ സ്കിന്നിൻ്റെ അസുഖങ്ങൾ മാറിപ്പോയി എന്നിങ്ങനെ നമ്മൾ അഫർമേഷൻ ചെയ്യുക. നമുക്ക് അത് നടന്നിരിക്കും. പെട്ടെന്ന് തന്നെ അതിനുള്ള ഒന്നെങ്കിൽ മെഡിസിൻ എവിടെന്നെങ്കിലും നമുക്ക് കിട്ടും, അതല്ലെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്കിൻ തന്നെ അതിനെ ആ രോഗത്തെ റിമൂവ് ചെയ്ത് തരും, നമ്മളെ രക്ഷിക്കും. നമ്മൾ വിശ്വാസത്തോടു കൂടി ചെയ്യണം, അല്ലാതെ വിശ്വാസമില്ലാതെ ചെയ്യരുത്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിലൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എപ്പോഴും ദുഃഖങ്ങളും എപ്പോഴും ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളും ഉള്ളവരും എൻ്റെ നെഗറ്റീവ് തോട്ടെല്ലാം മാറ്റി തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിക്കേ. ആ നെഗറ്റീവ് എല്ലാം മാറിപ്പോവും. അധികം ഏകാന്തമായിട്ടിരിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ചിന്തകളൊന്നും വരില്ല. നെഗറ്റീവ് ചിന്തകൾ, പോസിറ്റീവ് ചിന്തകൾ മാത്രമേ വരുള്ളൂ. പിന്നെ നമ്മൾ എന്തെങ്കിലും ആഗ്രഹം നേടിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ട് ചുമ്മാ ഇരിക്കരുത്. അതിനുള്ള മാർഗവും കൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. എന്തെങ്കിലും ഒരു പണിയോ ഒരു ബിസിനസ്സോ എന്താണോ ചെയ്യുന്നത് അതിൽ നിന്ന് നമ്മൾ സേവ് ചെയ്യുകയും കൂടെ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് ആ കാര്യം നേടിക്കിട്ടും. അല്ലാണ്ട് നമ്മൾ ചുമ്മാ ഇരുന്നുകൊണ്ട് ഇങ്ങനെ അഫർമേഷൻ ചെയ്യരുത്. അത് പോസിറ്റീവായിട്ട് എനിക്ക് അതിനകത്തുള്ള പൈസ ഉണ്ടാക്കാൻ പറ്റും, ഈ പൈസ എനിക്ക് അനാവശ്യ ചിലവുകൾ. അപ്പം നമുക്ക് സംഭവിക്കുന്നത് എന്നാണെന്നറിയാവോ? നമ്മുടെ അനാവശ്യ ചിലവുകൾ നമ്മൾ നിയന്ത്രിച്ച് വരാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ഈ പൈസ ഉണ്ടാകാൻ തുടങ്ങും. അതാണ് സംഭവിക്കുന്നത് കേട്ടോ. അതായത് നമുക്ക് ബേക്കറി സാധനങ്ങൾ മേടിച്ചോ, അല്ലെങ്കിൽ മദ്യപാനമാണെങ്കിൽ അത്, അല്ലെങ്കിൽ അനാവശ്യ ടൂർ അടിച്ച് കളയുന്ന സിനിമ കാണും, ഇങ്ങനെയൊക്കെ ഒത്തിരി അനാവശ്യ ചിലവുകൾ നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് ആവശ്യമില്ലാത്ത പാത്രങ്ങൾ മേടിക്കുക, ഡ്രസ്സ് മേടിക്കുക, അതേപോലെ ഇങ്ങനെയൊക്കെയുള്ള ചിലവുകളില്ല അനാവശ്യമായിട്ടുള്ള. ആ ചിലവുകളെല്ലാം നമ്മൾ നിയന്ത്രിച്ച് വരികയും നമ്മുടെ കയ്യിൽ ചെറിയ ചെറിയ കൊച്ചു സമ്പാദ്യങ്ങൾ വരികയും ചെയ്യും. തേനീച്ച തേൻ കൂട്ടുന്ന പോലെ, തേനീച്ച കൊണ്ടുവന്ന് തേൻ വെച്ച് നമുക്ക് എന്തോരം തേനാ കിട്ടണല്ലേ അറാത്തലേന്ന്, അതുപോലെ തന്നെ നമുക്ക് വലിയൊരു സമ്പാദ്യമായിട്ടുണ്ടാകും, നമ്മുടെ കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യും. അതാണ് ഈ അഫർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞേ ഉള്ളൂ. ഞാൻ വിജയിച്ച ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു എന്നുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയോജനപ്പെടുകയാണെങ്കിൽ നല്ലതല്ലേ? എനിക്ക് സന്തോഷമുള്ള ആർക്കെങ്കിലുമൊക്കെ ഇത് ഗുണം ചെയ്തു എന്നറിയുമ്പോൾ അല്ലേ? അതെ, അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മളിങ്ങനെ ദുഃഖിച്ചിട്ട് നമ്മൾ ഈ നിസ്സാര കാര്യത്തിന് സങ്കടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്കെല്ലാം ഒന്നും നേരെയാക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുക. ഈ പ്രപഞ്ചം അങ്ങനെയാണ്. നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ പലതും കാണും. അതിനൊക്കെ നമ്മൾ നമ്മുടെ വെർച്വൽ മീഡിയ എടുത്തിട്ടുണ്ട്, അതിനകത്തും പലതും കാണും. അതിലൊക്കെ നമ്മൾ ദുഃഖിക്കാനും അതിനെല്ലാം തലയിട്ടുകൊണ്ടിരിക്കാൻ തുടങ്ങിയാൽ നമുക്കൊരു സമാധാനവും കാണില്ല. പരമാവധി നമ്മൾ ഇങ്ങനെയുള്ള ന്യൂസുകൾ കേൾക്കാതിരിക്കുക, സങ്കടപ്പെടാം. അതാണ് പിന്നെയും നമ്മുടെ മനസ്സിലേക്ക് സങ്കടം ഉണ്ടാകുന്നത്. മറ്റുള്ളവരിങ്ങനെ സങ്കടം പറയണത് നമ്മൾ അതിന് ചെവി കൊടുക്കാണ്ടിരിക്കുക. നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുക. പോസിറ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് ഗുണമുള്ള എന്തെങ്കിലും ആലോചിക്കുക. നമുക്ക് ഗുണമില്ലാത്ത ആലോചിച്ചിട്ട് നമുക്ക് എന്താ പ്രയോജനം ഇരിക്കണം? മറ്റുള്ളവരുടെ കഥകൾ കേട്ടിട്ട് ഇപ്പോൾ സിനിമാ ഫീൽഡിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം തലയിൽ കയറ്റി അതിന് നമുക്കൊരു ഗുണമുണ്ട്. നമുക്ക് സിനിമ കാണാണ്ടിരിക്കുക, അത്രയും പൈസ ലാഭമുണ്ട് ഇല്ലേ? അത് ചെയ്യാം നമുക്ക്. അതല്ലാതെ നമ്മൾ ഇവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നടന്ന് നമ്മുടെ മനസ്സമാധാനം കൂടെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് ഒരു പ്രയോജനവും ഇല്ല നമുക്കെന്ന് ചിന്തിക്കാം. അവർ പൈസ ഉണ്ടാക്കിയിട്ട് അവർ ഇങ്ങനെ ഓരോ വൃത്തികേടുകൾ കാണിച്ചിട്ട് നടക്കുന്നത് ഇല്ലേ? നമുക്കങ്ങനെയല്ലല്ലോ. നമ്മളുടെ ഉള്ള പൈസയും കൂടെ നമ്മളവിടെ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം ഇനി സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൊണ്ട് പൈസ ചിലവാക്കുമ്പോൾ ഒരു വട്ടവും കൂടെ ആലോചിക്കുക. അങ്ങനെയുള്ള കുറേ കാര്യത്തിൽ നിന്ന് നമുക്കിങ്ങനെ ഒഴിവായി പോരാൻ സാധിക്കും. പിന്നെ നമുക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. നമ്മളെ ഇതൊന്നും ബാധിക്കില്ല, നമുക്കിതൊന്നും സംഭവിക്കില്ല എന്നുള്ള ചിന്തയോട് കൂടിയേ നമ്മൾ നടക്കാവുള്ളൂ. അല്ലാണ്ട് അതുപോലെ എൻ്റെ ജീവിതത്തിന് സംഭവിച്ചെങ്കിലോ എന്ന് ഓർത്തോണ്ട് പേടിച്ചോണ്ട് നടക്കാണ്ടിരിക്കുക.
അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ചിന്തിച്ചാൽ സംഭവിക്കുക തന്നെയില്ല. പിന്നെ നമ്മുടെ മക്കളെ ആണെങ്കിലും എന്തെങ്കിലും സ്വയം രക്ഷയ്ക്കുള്ള പരിശീലനങ്ങളൊക്കെ കൊടുക്കുന്നതും ഒക്കെ നല്ലതാട്ടോ. അതായത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് എന്തെങ്കിലും നമ്മുടെ ചൂഷണത്തിന് എന്താ മക്കളെ വിധേയരാകാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞു കൊടുത്തത്. നോ പറയാൻ ആദ്യം പഠിപ്പിക്കണം. രണ്ടാമത് മർമ്മം നോക്കി ഇടിക്കാനുള്ളതും കൂടെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തേക്കണം. അത് പെൺപിള്ളേരാണേലും ആൺപിള്ളേരാണേലും കൊടുത്തോണം. അപ്പം രക്ഷപ്പെട്ടു പോരാനുള്ള മാർഗ്ഗങ്ങൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കണം. അവിടെ അല്ലാണ്ട് അതിനെ അടിഞ്ഞുകൂടി നിൽക്കാൻ ശ്രമിക്കരുത്. നമുക്കറിയാമല്ലോ, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവായ ഒരു നോട്ടം കണ്ടാൽ നമുക്ക് പിടികിട്ടും അല്ലേ. പലർക്കും വിചാരിക്കും അത് നമ്മൾ മനസ്സിലാവണില്ല എന്ന്. നമ്മുടെ നേരെ ഒരാൾ ഒരു ചീത്ത നോട്ടാ നോക്കുന്നെങ്കിൽ നമുക്ക് അയാളുടെ നോട്ടം കണ്ടാൽ ശരിയല്ല എന്ന് നമുക്ക് പെട്ടെന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ നോട്ടം ശരിയല്ല എന്ന്. അപ്പം തന്നെ നമുക്ക് രക്ഷ നേടാനുള്ള മാർഗ്ഗമല്ലേ അതല്ലേ. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുക, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുക. അപ്പം ഇങ്ങനെയുള്ള ദുഃഖങ്ങളെ ഒന്നും മനസ്സിൽ ചുമ്മാ ആലോചിച്ചുകൊണ്ടിരിക്കാണ്ടിരിക്കുക. ആ ദുഃഖത്തിൻ്റെ സ്ഥാനത്ത് പോയത് പോട്ടെ. ഒരു പാത്രം പൊട്ടിപ്പോയാൽ അത് പോട്ടെ, ഒരു ഡ്രസ്സ് കീറിപ്പോയാൽ പോട്ടെ. നമ്മുടെ ജീവിതത്തിൽ അതൊന്നും വലിയ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അതൊക്കെ എടുത്ത് കളഞ്ഞേക്കുക. പൊട്ടിപ്പോയതൊക്കെ പോട്ടെ, കഴിഞ്ഞു പോയതെല്ലാം പൊക്കോട്ടെ. പുതിയതിനെ നമുക്ക് സൂക്ഷിക്കാവോ നോക്കുക. അതും വല്ല പ്രശ്നം വന്നോ അവിടെ എടുത്ത് കളഞ്ഞേക്കുക. ചുമ്മാ ഇരുന്ന് ചിന്തിക്കാതിരിക്കുക. ചിലരൊക്കെ ഉണ്ട് ഒരു പൂച്ചെടിയൊക്കെ നട്ടിട്ട് അതിൽ വണ്ട് കയറി തിന്നു ആ പൂ കളഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് സങ്കടപ്പെടുന്നവരുണ്ടെന്നറിയാവോ. ഒരു താമരക്കുളത്തിൽ ഒരു താമരപ്പൂവ് അതിൻ്റെ ഈ പൂക്കളുടെ ഈ വണ്ട് വന്ന് അത് തിന്നിട്ട് സങ്കടപ്പെടുന്ന ഒരു ചേച്ചിനെ എനിക്കറിയാം. എന്ത് സങ്കടമാണെന്നറിയാവോ. അതിങ്ങനെ ആ പൂ പൊഴിഞ്ഞു പോയി, അതിൻ്റെ കാലവും കഴിഞ്ഞു പോയി, അടുത്ത പൂ ഉണ്ടാറായിട്ട് പോലും ആ സങ്കടം. ആദ്യം ഒരു നല്ല പൂവുണ്ടായിരുന്നു, അത് പോയി എന്നും പറഞ്ഞ് സങ്കടപ്പെടുക. അങ്ങനെ ഒന്നും വേണ്ട. ആ സങ്കടമൊക്കെ കഴിഞ്ഞതായിട്ട് കണക്കാക്കുക. സങ്കടത്തിൽപ്പെട്ട് കിടന്നാൽ ജീവിക്കില്ല കേട്ടോ. അപ്പം ഇത്രയൊക്കെ ചെയ്തു നോക്കുക. നമ്മുടെ ജീവിതം സന്തോഷമായി എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. എപ്പോഴും ചിരിച്ച നമ്മുടെ മുഖത്തൊരു ചിരി ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കിക്കേ. നമ്മൾ സ്വാഭാവികമായിട്ട് എപ്പോഴും ചിരിയിലേക്ക് വരും. നമ്മൾ ഒരാഴ്ച ശ്രമിച്ചാൽ മതി, നമ്മൾ ചിരിച്ചോണ്ടേ നടക്കുള്ളൂ. പിന്നെ നമ്മുടെ മുഖത്ത് ഒരു സന്തോഷം വന്നിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.